എല്ലാവരും ധനുഷ്കോടിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ 2024 ധനുഷ്കോടി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും 2024 ധനുഷ്കോടി എങ്ങനെയാണെന്നുള്ളത്. ഹായ്, എല്ലാവർക്കും M&Fന്റെ രണ്ടാമത്തെ ദിവസമായ ഓണം വെക്കേഷൻ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ധനുഷ്കോടിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ധനുഷ്കോടിയിലേക്ക് രാവിലെ ഞങ്ങള് ഇറങ്ങി. നല്ല വെയിലാവണതിന് മുമ്പ് അവിടെ എത്തിച്ചെല്ലണം എന്നാണ് മനസ്സിലെ വിചാരം. അങ്ങനെ പറഞ്ഞ് രാവിലെ ഞങ്ങളെ കുത്തിപ്പൊക്കി 6:30 ഇറങ്ങി. നമ്മൾ 6:30 ഇറങ്ങി. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ 20 മിനിറ്റാണ് നമുക്ക് യാത്ര ഉള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങി, കാരണം അവിടെ വെയിലാവുന്നതിന് മുമ്പ് നമുക്കൊന്ന് അവിടുത്തെ ബീച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ അങ്ങനെ രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. കാരണം ഉച്ചയാകുമ്പോഴേക്കും പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും. അല്ലാതെ തന്നെ ഭയങ്കര ചൂടാണ്. ഇപ്പൊ തന്നെ 6:30 ആയപ്പോ തന്നെ നമുക്ക് 30-32 ഡിഗ്രി ചൂട് ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ ഉച്ചത്തെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് ധനുഷ്കോടി കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ച് ഇന്നും നമ്മൾ രാമേശ്വരത്ത് സ്റ്റേ ആണ്. നാളെയാണ് ഇവിടുന്ന് മധുരയ്ക്ക് പോകുന്നത്. അപ്പോൾ ധനുഷ്കോടിയിലെ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് രക്ഷയില്ലാത്ത വൈബാണ്. രക്ഷയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, രാവിലെ 6:45 വന്നിട്ട് ഭയങ്കര വെയിൽ. ഇപ്പൊ തന്നെ ഭയങ്കര വെയിലാണ്. അപ്പൊ ഉച്ചക്കത്തെ അവസ്ഥയൊന്നും ആലോചിക്ക്, ഒന്നും പറയാനില്ല. ഭയങ്കര വെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. എന്നാലും ഇത് നന്നായിട്ടൊരു എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഇത് ധനുഷ്കോടി. ഒന്നും പറയാനില്ല, അത്രയും എന്താ പറയുക, മനോഹരമാണ് ഈ കാഴ്ച. ഒരു സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ചേരുന്ന സ്ഥലമാണ്. അരിച്ചൽ മുനി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, അരിച്ചൽ മുനി. ഇപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തി. എന്നിട്ട് പോലും ഇത്രയും ഭയങ്കര ആളുകളാണ്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആളുകൾ ഇപ്പം തന്നെ ഉണ്ട്. രാവിലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. രാവിലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. രാമേശ്വരം വരുന്ന ആൾക്കാരെല്ലാവരും തന്നെ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല വെയിലാണ്, അതാണ് തൊപ്പിയൊക്കെ വെച്ചേക്കണത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കാറ്റുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്നാൽ പോലും നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണത്.
ഇതാണ് നമ്മുടെ ധനുഷ്കോടിയുടെ നമ്മളുണ്ടായിരുന്ന ഇപ്പം അതിനെ ഡെവിൽസ് ടൗൺ എന്നാണ് പറയണത്. ഇതൊക്കെ അന്നത്തെ ദുരന്തത്തിലുണ്ടായിരുന്ന ഇഷ്ടപ്പെട്ട അമ്പലങ്ങളാണത്. അമ്പലം, പള്ളി, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, നേവൽ ബേസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. 1964 ചുഴലിക്കാറ്റൂടെയാണ് ഇതെല്ലാം പോയത്. അന്നത്തെ അവശിഷ്ടങ്ങളുടെ ഞങ്ങൾ ആ ദുരന്തം പതുക്കെ നടന്ന് എന്തൊക്കെയാണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറെ ബിൽഡിങ്ങുകളൊക്കെ നശിഞ്ഞെടുക്കുന്നത് കണ്ടായിരുന്നു. കുറച്ച് പോർഷനൊക്കെ ഉള്ളൂ, ആകെ ചിലപ്പോ ഒരു പില്ലറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഭാഗം എങ്കിലും അത് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ എന്താന്ന് അറിയില്ല. ഇപ്പോഴും അവിടെ അങ്ങനെയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പില്ലറുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ചെറിയൊരു ഹൊറർ ഫീലൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പേടിയൊക്കെ വരും. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ, അങ്ങനെയൊക്കെ തോന്നുമല്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടു പോയി. പക്ഷെ അത് എന്തൊക്കെ ബിൽഡിംഗ് ആണെന്നോ അതൊന്നും മനസ്സിലായില്ല. അവിടെ ഉണ്ടായ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചപ്പോഴാണ് ചില സ്ഥലങ്ങൾ ഇത് പള്ളിയായിരുന്നു എന്നും മറ്റേ ഓരോ സ്ഥലം ഓരോരോ സാധനങ്ങളായിരുന്നു അവരാണ് പറഞ്ഞു തന്നത്. നമുക്ക് ഒറ്റടിക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. കാണുമ്പോൾ ഒരു പ്രത്യേകത. അത് ഞങ്ങൾ ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ കയറിയൊക്കെ നോക്കി, ഉള്ളിൽ കൂടെയൊക്കെ നടക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് പേടിയാവൂട്ടെ ശരിക്കും, ആ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുമ്പോ. എങ്കിലും എന്തോ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ ഭാഗത്തൊക്കെ കൂടി കുറച്ചു നേരം ഞങ്ങൾ നടന്നു എല്ലാവരും. പിന്നെ അവിടെ സ്കൂളുണ്ടായിരുന്നു. മെയിനായിട്ട് അവര് പറഞ്ഞത് സ്കൂളുണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടാ. പിന്നെ കുറെ വീടുകളൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. എനിവേ കുറേശ്ശെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പൊ കേറിയിരിക്കുന്ന ആ സ്ഥലം സ്കൂളായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായ ചേട്ടന്മാര് പറഞ്ഞത്. പക്ഷെ സ്കൂളിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അവിടെ. ഞാൻ ഉള്ളിലോട്ടൊക്കെ കയറി ചുമ്മാ അതിന്റെ അകത്ത് എന്താണെന്നെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. അകത്തും കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല, ഓരോ ഏരിയസും ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. കാണുമ്പോ ഒരു കോഴിമുട്ടയുടെ ഷേപ്പാണെങ്കിലും ഇത് അവിടുത്തെ പോസ്റ്റ് ഓഫീസ് ആയിരുന്നു. അതിന്റെ ഇത്രയും ഭാഗം മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. ബാക്കി എല്ലാം അവിടെ നിന്ന് പോയി, നശിഞ്ഞു പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ ഏരിയയില് ഇങ്ങനെ സർപ്പക്കാവ് പോലെയൊക്കെ നമ്മൾ സർപ്പത്തിന്റെ തലയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം കണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങടേക്ക് പോയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിങ്ങനെ പാസ് ചെയ്ത് അപ്പൊ തന്നെ പോന്നു. അവിടെ നിന്ന് പതുക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് പള്ളിയുടെ ഒരു പോർഷൻ കണ്ടത്. പള്ളിയുടെ ആ ഫ്രണ്ട് പോർഷൻ മാത്രമേ ഇപ്പൊ അവിടെയുള്ളൂ, ബാക്കി സ്ഥലങ്ങളൊന്നും കാണുന്നില്ല. ഫ്രണ്ടില് ആ മതില് ഒരു കേടും കൂടാതെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ അവിടെയുള്ള ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവിടുത്തെ പള്ളിയായിരുന്നു എന്നുള്ളത്. പിന്നെ ഈ ധനുഷ്കോടിയുടെ കറക്റ്റ് സ്റ്റോറി പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, ലൈഫിന്റെ ഗോസ്റ്റ് ടൗൺ അല്ലേ? അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്താണ് ഈ ഇൻസിഡന്റ് നടന്നത്, ഏത് വർഷമാണ്, എത്ര പേര് മരിച്ചു എന്നും അങ്ങനെ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ആ ഇൻസിഡന്റ് നടന്ന സമയത്ത് അത് അങ്ങനെ ഒരു സംഭവം നടക്കാമോ എന്നതുപോലെ ആയിരിക്കും മനസ്സിലായില്ലായിരുന്നു. ചിലരൊക്കെ എന്തോ ഒരു ഭാഗ്യത്തിന് ചില രാജ്യങ്ങൾ രാമേശ്വരത്തോട്ടൊക്കെ ഓടിപ്പോയി രക്ഷപ്പെടുകയൊക്കെ ചെയ്തു. ചിലർക്ക് അത് മനസ്സിലാവാഞ്ഞത് കൊണ്ട് അത് മൊത്തത്തിൽ വന്ന് നശിഞ്ഞു പോയതാണ്. അബൌട്ട് 1800 പേര് മരിച്ചു. ഇന്നേക്കിപ്പോ 60 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ട്. ഇപ്പൊ മറ്റേ പഴയ പോലെ ധനുഷ്കോടി ആക്കാൻ നോക്കണുണ്ടെന്നാണ് ആൾക്കാര് പറയണത്. മറ്റേ സീവീഡൊക്കെ വിറ്റിട്ട് പുറം രാജ്യങ്ങളിലൊക്കെ സീവീഡ് ഇമ്പോർട്ട് ചെയ്ത് വിറ്റ് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കണുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എത്തിയത് അബ്ദുൽ കലാമിന്റെ വീട് കാണാനായിരുന്നു.
അബ്ദുൽ കലാമിന്റെ വീടും അതിൻ്റെ ഉള്ളില് അബ്ദുൽ കലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് എൻട്രി ഫീ ഒന്നുമില്ല. നമുക്ക് അകത്ത് കയറി അബ്ദുൽ കലാം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടു. ധനുഷ്കോടിയിലെ അറ്റത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു പോർഷൻ അവരിങ്ങനെ കടലിന്റെ ഉള്ളിലോട്ട് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഈ ഒരു സ്ഥലം കണ്ടുവെങ്കിലും കേറിയില്ല. കാരണം അതിന്റെ ഫ്രണ്ടിലായിട്ട് നിറയെ കമ്പുകളൊക്കെ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എഗെയിൻ അടുത്ത ദിവസവും രാവിലെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു നമുക്ക് കേറാം നോക്കാന്ന് വിചാരിച്ചപ്പോ കുറച്ച് ചേട്ടന്മാരൊക്കെ അതിന്റെ അപ്പുറത്തോട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിന് കടന്ന് പോണത് കണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളും വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി നോക്കാന്ന്. പോയി നോക്കിയപ്പോ അമ്മാരെ ഒരു ഒരു വല്ലാത്തൊരു ഒരു ഫീലായിരുന്നു. ഞങ്ങൾ ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല കടലിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കുറച്ച് പോർഷൻ ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കൊന്നും. നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനും. തിരമാലകൾ വന്ന് അടിക്കുമ്പോൾ ഞങ്ങളുടെ മേത്തോട്ട് വെള്ളം തെറിക്കുന്നതും ഒരു വല്ലാത്തൊരു ഫീല് തന്നെയായിരുന്നു അത്. നല്ല രസമായിരുന്നു. വീഡിയോ ചാടോ നോക്കാം. കാലിലോട്ടാ വീണത്. ഇങ്ങനെ നോക്ക്.
ഇന്ന് ലൈറ്റ് ഹൗസ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. മൺഡേ ലൈറ്റ് ഹൗസ് അവധിയാണ്. തിങ്കൾ ചൊവ്വ മുതൽ ഞായറാഴ്ച വരെ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ വൈകിയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ 5 മണിക്ക് ശേഷം എത്തിയത്. 5 മണി വരെ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും 10 മണി 5 മണി വരെയാണ്. അങ്ങനെ ധനുഷ്കോടിയിൽ കാണാൻ പറ്റാത്തൊരു സ്ഥലം ഈ ലൈറ്റ് ഹൗസ് ആയിരുന്നു. അപ്പോൾ ഈ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുന്നുള്ളൂ. ഒരു പ്രാവശ്യം എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ധനുഷ്കോടിയിൽ വരുമ്പോൾ ഇത് ആദ്യം തന്നെ കാണും. എന്തായാലും വരും, അടിപൊളിയാണ് സ്ഥലം. ഇത് ഞങ്ങൾ ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ റോഡ് മൊത്തം ഭയങ്കര മണലായിരുന്നു. നല്ല കാറ്റുള്ളതുകൊണ്ട് ഈ കടപ്പുറത്ത് നിന്ന് കംപ്ലീറ്റ് മണൽ മൊത്തം വന്ന് വീഴുന്നത് റോട്ടിലോട്ടാണ്. അപ്പോൾ റോട്ടിൽ നിന്ന് മണൽ JCBക്ക് വാരി കോരി കൊണ്ടുപോവാണ്, അപ്പുറത്തേക്ക് മാറ്റിയിടുകയാണ്, അതായത് സൈഡിലേക്ക് മാറ്റിയിടുകയാണ്. എന്നാണെങ്കിലും വണ്ടിക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വണ്ടിയുടെ ടയർ വെറുതെ കിടന്ന് കറങ്ങിപ്പോകും. എല്ലാവരും ധനുഷ്കോടിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ 2024 ധനുഷ്കോടി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും 2024 ധനുഷ്കോടി എങ്ങനെയാണെന്നുള്ളത്. നല്ല അടിപൊളി വൈബാണ്. ഞങ്ങൾ രാമേശ്വരത്താണ് താമസിച്ചിരുന്നത്. രാമേശ്വരത്ത് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് ധനുഷ്കോടിയിലേക്ക്. എനിക്കൊന്നൊരു 3 പ്രാവശ്യമെങ്കിലും ഇപ്പോൾ ധനുഷ്കോടി ഞങ്ങൾ വന്നു കണ്ടു. നല്ല അടിപൊളി വൈബാണ്. എങ്ങനെയുണ്ട് അമ്മോ ധനുഷ്കോടി? കിടുക്കനാണ്. ഞങ്ങൾ രാവിലെയും വന്നു, വൈകിട്ടും വന്നു, ദെൻ അഗെയിൻ പോണേന് മുമ്പ് ഒന്നും കൂടി വന്നിട്ട് ഇവിടുന്ന് പോവാണ്. അതെ അതെ അതെ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, രാവിലെ ഒരു 6 മണി 6:30 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും നല്ല വെയിൽ വരും. പിന്നെ ഒരു വൈകുന്നേരം വരെ ഭയങ്കര വെയിലാണ്. 4 മണിക്ക് ശേഷം വെയിൽ കുറവാണെങ്കിലും നല്ല കാറ്റാണ്. വെയിലുണ്ടെങ്കിൽ നല്ല കാറ്റാണ്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അറിയത്തില്ല. എന്നാൽ വൈകിട്ട് ഞങ്ങൾ വന്നപ്പോഴാണ് കുറെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തത്. കാരണം വെയില് കുറവും നല്ല കാറ്റും നല്ലൊരു ഫീൽ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വൈകിട്ട് കുറെ നേരം വന്നിരുന്നു. സൂര്യാസ്തമനം കണ്ടു, അടിപൊളിയായിരുന്നു. നല്ല കാറ്റൊക്കെ ആയിരുന്നു. എല്ലാവരും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് ധനുഷ്കോടി. അതെ, വൺ ടൈം വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരും. അതുപോലെയാണ് ധനുഷ്കോടി. രാമേശ്വരം അത്ര നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, കാര്യം അവിടെ ഭയങ്കര റഷാണ്. പക്ഷെ ഈ ഒരു സ്ഥലം ഭയങ്കര കാമാൻ കൊയറ്റാണ്. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ. അതെ 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 അതെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.